പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. യെശയ്യാ പ്രവാചകൻ 51-ാം അധ്യായത്തിൽ പറയുന്നു, എന്നാൽ എൻ്റെ നീതി ശാശ്വതമായും എൻ്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കും. മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ ദൈവത്തെ ഭയപ്പെടാതെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷത്തിന്റെ ഇടയിൽ നിന്നും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ചില വ്യക്തികളെയും കുടുംബങ്ങളെയും ജനത്തെയും അതത് കാലങ്ങളിൽ ദൈവം തനിക്കായി വേർതിരിച്ചു കൊണ്ടിരിക്കുന്നു. നോഹയെ ആ തലമുറയിൽ ദൈവം നീതിമാനായി കണ്ടു. തന്നെക്കുറിച്ച് പിന്നീട് എഴുതിയിരിക്കുന്നത് നീതിപ്രസംഗിയായ നോഹ എന്നാണ്. എന്നാൽ വഷളത്വം പെരുകി ദൈവഭയമില്ലാത്ത തലമുറകളെ കൊണ്ട് ഈ ലോകം ഇന്ന് നിറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ തലമുറകളെ കുറിച്ച് ഭക്തന്മാർ പറയുന്നത് അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ, തങ്ങൾക്കു തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായ ഒരു തലമുറ. അയ്യോ, ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉന്തിയിരിക്കുന്നു, അവരുടെ കണ്ണിമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു. എളിയവനെ ഭൂമിയിൽ നിന്നും ദരിദ്രനെ മനുഷ്യരുടെ ഇടയിൽ നിന്നും തിന്നുകളയുവാൻ തക്കവണ്ണം മുപ്പല്ല് വാളായും അണപ്പല്ല് കത്തിയായും ഇരിക്കുന്ന ഒരു തലമുറ. യേശുവിന്റെ കാലത്ത് ജനങ്ങളെയും കർത്താവ് സംബോധന ചെയ്തത് അവിശ്വാസവും കോട്ടവുമുള്ള ഒരു തലമുറ എന്നാണ്. മുൻകാലങ്ങളിൽ നീതിമാന്മാരായ തലമുറകൾക്ക് വേണ്ടി ദൈവം പല വൻകാര്യങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന നന്മ ദൈവം ഈ തലമുറയിലും തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമോ എന്ന് സംശയിക്കുന്നവരും ഉണ്ട്. ഇപ്പോഴും ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുമെന്നാണ് വചനം പറയുന്നത്. സത്യദൈവത്തെ സേവിക്കുന്നവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുപക്ഷെ വിലയില്ലാത്തവരും ആൾബലം കുറഞ്ഞവരും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവരുമൊക്കെ ആയിരിക്കാം. ഇങ്ങനെയുള്ളവരുടെ മേൽ എന്തും കാണിക്കാം. അവരെ ഉപദ്രവിച്ചാൽ ആരും ചോദ്യം ചെയ്യാനില്ല. അല്ലെങ്കിൽ അവർക്ക് നീതി നിഷേധിച്ചാൽ എന്തു ചെയ്യും, ആർ ചോദിക്കും എന്നിങ്ങനെയുള്ള മറ്റുള്ളവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മെക്കുറിച്ച് അപവാദം പറയുമ്പോഴും മറ്റുള്ള മുന്നിൽ നമ്മെ പരിഹാസപാത്രമായി സ്തോത്രം എണ്ണുമ്പോഴും നമ്മെ ഉപദ്രവിച്ചാൽ ലോകപ്രകാരം നമുക്ക് വേണ്ടി വാദിക്കുവാൻ ആരുമില്ലെങ്കിലും നീതിമാന്മാരുടെ തലമുറയിൽ നീതിമാന് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം മറന്നു പോകരുത്. യാക്കോബിന്റെ തലമുറയിൽ അവൻ ആൽബലം കുറഞ്ഞവനായിരുന്നെങ്കിലും ദൈവം തന്നോട് കൂടെയുണ്ടായിരുന്നു. ദാനിയേൽ വിശ്വസ്തനായിരുന്നതിനാൽ എതിരാളികൾക്ക് അവനിൽ ഒരു കുറ്റവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ദാനിയേലിനെ തകർക്കുവാൻ ഹല്ലേലൂയ അവന് ലഭിക്കാൻ പോകുന്ന ഉന്നത പദവികൾ തടയുന്നതിനും തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഗൂഢാലോചന ശത്രുപക്ഷത്തു നിന്നും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. തന്റെ ഭക്തന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കുകയും ഹല്ലേലൂയ രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധിപതിയാക്കുവാൻ കാരണമായി തീർന്നു. ദാവീദിനെ ഉപദ്രവിക്കുന്നതിൽ രസം കണ്ടെത്തിയ മനുഷ്യനാണ് ശൗൽ രാജാവ്. എന്നാൽ യഹോവ ദാവീദിനോട് കൂടെ ഇരിക്കുകയും ശൗലിനെ വിട്ടുമാറുകയും ചെയ്തതുകൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. ദാവീദ് ഒരിക്കലും ശൗലിനെയോ അവന്റെ കുടുംബത്തെയോ ഉപദ്രവിച്ചില്ല. ദൈവം നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടെന്നുള്ള ഉറപ്പ് ദാവീദിനുണ്ടായിരുന്നു. പ്രിയ ദൈവപൈതലേ, നിന്നെ തകർക്കുവാനും നിന്നെ ഇല്ലായ്മ ചെയ്യുവാനും നിരന്തരമായി ശത്രു വെല്ലുവിളിക്കും ചെന്ന് വരാം. ഹാമാനെ വണങ്ങാത്ത ദൈവഭക്തനായ മൊർദെഖായിയെ കൊല്ലുവാൻ തന്ത്രങ്ങൾ മെനഞ്ഞുവെങ്കിലും അവനും അവന്റെ വംശവും തകർന്നതല്ലാതെ നീതിമാനെ തകർക്കുവാൻ അവന് കഴിഞ്ഞില്ല. നീതിമാന് വേണ്ടി ഒരു ദൈവം വെളിപ്പെടുവാനായി സ്തോത്രം ഹല്ലേലൂയ അവന്റെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടായി. അതേ കുഞ്ഞെ, നമുക്കായി ഒരു ശാശ്വതമായ രക്ഷയും വെളിപ്പെടും. അതിനു വേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മുടെ നീതി പ്രവർത്തികൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ വിശുദ്ധ ജീവിതങ്ങൾ സ്തോത്രം ദൈവസന്നിധിയിൽ നാം നേരെ നിന്ന്
ഭയമില്ലാതെ നിന്നുകൊണ്ട്, വിശ്വസ്തയോടുകൂടെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായി നമുക്കായി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവകരം അവൻ ഈ പ്രഭാതവും വെളിപ്പെടുവാനിടയാണ്. അവൻ ജോലിയിൽ നിനക്ക് ശത്രുക്കൾ കയറി വന്നാലും, അവൻ നിന്റെ വിദ്യാഭ്യാസ മേഖലകളിൽ, നിന്റെ തലമുറയുടെ ഭാവികളിൽ, അവൻ സ്വന്തം നിന്റെ ഭവനത്തിനെതിരായി, നിന്റെ വാക്തത്വങ്ങൾക്കെതിരായി അവൻ ശത്രു പോരാടിയാലും ഇന്ന് പകൽക്കാലം നീതിമാന് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ടെന്ന് കുഞ്ഞെ നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. അവൻ ഭക്തനോടുകൂടെ ചേർന്ന് എന്നാൽ എൻ്റെ നീതി ശാശ്വതമായും എൻ്റെ രക്ഷ തലമുറയായും ഇരിക്കുമെന്നുള്ള ഉറപ്പും വിശ്വാസവും പ്രത്യാശയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ആമേ വെക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹവും പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന അങ്ങയുടെ ദാസിദാസന്മാരെ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആശ്വാസ വചനം കർത്താവ് അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷ അവൻ തലമുറയായി അവൻ ഇരിക്കുവാൻ തക്കവണ്ണ കർത്താവ് ഒരു അനുഗ്രഹം അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കായി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.